എല്ലാവർക്കും വേണ്ടി ഒരു ഫേവർ കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. തന്റെ കരുണയുടെ പാത്രങ്ങളായി ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പുതിയ സഭയോട് ഞാൻ പറയട്ടെ, ആമേൻ, തന്റെ സ്വന്തം രക്തം കൊണ്ട് വീണ്ടെടുത്ത സകല ജനത്തിനു വേണ്ടിയും കർത്താവ് സ്നേഹിച്ച് അവർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ പ്രാപിപ്പാൻ അവകാശമുള്ളവരായി കർത്താവ് നമ്മളെല്ലാവരും മാറ്റിയിരിക്കുന്നു. രണ്ട് വസനങ്ങൾ വാസിക്കണം. റോമർ 12-ാം അധ്യായം 11-ാം വസനം, എബ്രായർ 6-ാം അധ്യായം 12-ാം വസനം. എല്ലാവരും ജപത്തോട് ഇരിക്ക വേണ്ടു. കർത്താവ് നമ്മോട് പേസിക്കൊണ്ടിരിക്കുക. ആമേൻ. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളെ കൂട്ടായ്മ കാണിക്കുകയും അതിൽ സൽക്കാരം ആദരിക്കുകയും ചെയ്യും. ഇല്ല, പരമമാക്കി ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. തമിഴ് വാസിക്കുക. അസതിയായ നമ്മൾ ജാഗ്രതയായിരുങ്ങൾ, ആവിയിലെ അനലായിരുങ്ങൾ, കർത്തർക്ക് ഊഴിയം ചെയ്യുങ്ങൾ. എബ്രായർ 6-ാം അധ്യായം 12-ാം വാക്യം. The book of Hebrew chapter 6 verses 12. അങ്ങനെ നിങ്ങൾ നന്ദിയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അധികാരികളായി തീരും. തമിഴ് വായിച്ചാൽ உங்களுக்கு நம்பிக்கையின் பூர்ண நிச்சயம் உண்டாகும்படி நீங்கள் யாவரும் முடிவு வரையிலும் அப்படியே ஜாக்கிரதையை காண்பிக்க வேண்டும் என்று ആശയായിരിക്കട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ അപ്പോൾ ഈ വചനം നിങ്ങളോട് സംസാരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ദൈവത്തിന്റെ തിരുനാമം മഹത്വപ്പെടട്ടെ. അപ്പോൾ യേശുവിന്റെ സെക്ഷൻ കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഞങ്ങൾ കൊടുക്കുന്നു. പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുമാറാകണം. ഉടലിൽ തന്നെ ദൈവത്തിന്റെ കരങ്ങൾക്കായി സ്തോത്രം. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. അടിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവേ, അടിയുടെ വാക്കുകളെല്ലാം പരിശുദ്ധാത്മാവിന്റെ വാക്കുകൾ ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ പ്രാർത്ഥിക്കും. സാധാരണ അധികാരങ്ങൾ വിട്ടുമാറട്ടെ. ദൈവത്തിന്റെ സ്നേഹം കൂടെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന നല്ല പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് അനുഭവങ്ങളെ വായിച്ചു. ഒന്ന്, ആമേൻ, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ നിങ്ങൾ എങ്ങനെയായിരിക്കണം? എരിവുള്ളവരായി കർത്താവിനെ സേവിപ്പീൻ. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ അസതിയായിരാமல், ആമേൻ, നിങ്ങൾ எப்படி இருக்க வேண்டும் என்றால் ஜாக்கிரதையாயிருங்கள், ஆவியில் அனலாயிருங்கள், கர்த்தருக்கு என்ன செய்யுங்கள்? ஊழியம் செய்யுங்கள். ആമേൻ. ഈ വാക്യങ്ങൾ വായിക്കുന്ന മുന്നമേ 12-ാം അധ്യായം അതിലെ 1-ാം വാക്യം എഴുതിയിരിക്കുന്നു. ആമേൻ. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിക്കുന്നത് എന്നാൽ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി നിങ്ങൾ എന്ത് ചെയ്യണം? സമർപ്പിപ്പീൻ എന്ന വാക്യങ്ങൾ വായിക്കുന്നു. തമിഴ് വാസിக்கிறோம். அப்படியே சகோதரரே, நீங்கள் உங்கள் சரீரங்களை பரிசுத்தமும் தேவனுக்கு பிரியவுமான ஜீவ பலியாக ஒப்புக் கொடுக்க வேண்டும் என்று ஆமென் தேவனுடைய இரக்கங்களை முன்னிட்டு உங்களை வேண்டிக் கொள்கிறேன். இதுவே நீங்கள் செய்யத்தக்க புத்தியுள்ள ஆராதனை. ஹல்லேலூயா. ആമേൻ. ഇന്നത്തെ സെഷൻ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ആമേൻ. നിങ്ങളുടെ നേരങ്ങളെല്ലാം നിങ്ങൾ എല്ലാം ഗൗരവமாக இருக்க வேண்டும். ഇത് പരിശുദ്ധ ആവിയാനവർ ആമേൻ ജപിത്ത് ദൈവത്തിന്റെ കരങ്ങളിൽ നിന്ന് വാങ്ങിന ദൈവത്തിന്റെ വചനങ്ങളാக இருக்கிறது. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മടുപ്പില്ലാതെ ആമേൻ നിങ്ങൾ എല്ലാവരും ഉത്സാഹത്തോടെ ആമേൻ ഈ സെഷനെ നിങ്ങൾ ഏറ്റവും അനുഗ്രഹമായി കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നിങ്ങൾ കേൾക്കണമെന്ന് ദയവായി യേശുക്രിസ്തു നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. இந்த வசனத்தை நாம் வாசித்த பிரகாரமாக இது யாருக்காக தேவன் சொல்லியிருக்கிற வசனம் என்றால், பரிசுத்தமாய் இருக்கிற புத்தியுள்ள ஆராதனை செய்து கொண்டிருக்கிற தேவனுடைய பிள்ளைகள் எப்படி இருக்க வேண்டும் என்று தேவன் ஆசைப்படுகிற ஒரு அனுபவமாக இருக்கிறது. ஹல்லேலூயா. புத்தியுள்ள ആരാധന കർത്താവിന് വേണ്ടി കൊടുക്കുന്ന തന്റെ പ്രിയജനം ആമേൻ എങ്ങനെ കർത്താവിന് വേണ്ടി ആമേൻ ആരാധിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കണം, അവരുടെ ജീവിതം എങ്ങനെ ആയിരിക്കണമെന്ന് ആമേൻ കർത്താവ് പഠിപ്പിക്കുന്ന വ്യക്തമായുള്ള ലേഖന പുസ്തകമാണ് ഈ റോമരുടെ 12-ാം അധ്യായം. ആമേൻ. ഇന്ന് മുന്നമേ ദാസൻ ഓർമ്മിപ്പിച്ചതുപോലെ ഒരു ആമേൻ ക്രിസ്ത്യൻ ആമേൻ യേശു ക്രിസ്തുവിൽ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ജനം തന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് തെളിച്ച് വരച്ച് കാണിക്കുന്ന ഒരു ലേഖന പുസ്തകമാണ് ഈ റോമരുടെ 12-ാം അധ്യായം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആമേൻ നമ്മൾ ആമേൻ പ്രാപിച്ച അടിസ്ഥാനത്തിൽ തന്നെ ആമേൻ ആയിരിക്കാതെ അടിസ്ഥാനത്തിൽ നിന്ന് ആമേൻ ഒരു പടി മുന്നേറ്റ് ആമേൻ മേലോട്ട് ഉയരുന്ന അനുഭവങ്ങളിലേക്ക് ഈ കാലങ്ങളിൽ സഭ മുന്നോട്ട് പോകട്ടെ. ഹല്ലേലൂയ. നമ്മൾ പെற்றுക്കൊണ്ട അടിത്തളത്തിലേ നിൽക്കാமல் நீங்கள் ஒரு படி ஆமென் வளர்ந்து ஆமென் கர்த்தராகிய இயேசு கிறிஸ்துவின் கல்லின் அடிப்படையில் இருக்கும்போது நீங்கள் தினமும் அவருக்குள்ளாக வளர்கிறவர்களாக இருக்க வேண்டும். ஹல்லேலூயா. ஆமென். ഈ അധ്യായത്തെ അപ്പോസ്തലനായ
അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി തുടങ്ങിയ ശേഷം ആമേൻ നമ്മൾ വായിച്ച 11ാം വാക്യത്തിൽ വ്യക്തമായി സഭയോട് ദൂത് അറിയിക്കുന്നു. ആമേൻ നിങ്ങൾ ഉത്സാഹമുള്ളവരായിരിക്കണം. ആമേൻ നിങ്ങൾ എങ്ങനെയായിരിക്കണം? ഉത്സാഹമുള്ളവർ. ഇന്നത്തെ സെഷൻ ആമേൻ നിങ്ങൾ അലസരായിരിക്കാൻ പാടില്ല, നിങ്ങൾ ഉത്സാഹമുള്ളവരായിരിക്കണം. ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ இன்றைய தேவனுடைய செய்தியுடைய தலைப்பு நீங்கள் அசதியாய் இருக்காமல் நீங்கள் ஜாக்கிரதையாய் இருக்க வேண்டும். ஆமென் ஆமென். நீங்கள் அசதியாய் இருக்காமல் நீங்கள் ஜாக்கிரதையாய் இருக்க வேண்டும். ഈ കാലങ്ങളിൽ അന്ത്യ കാലങ്ങളിൽ ആമേൻ ദൈവത്തിന്റെ സഭയെ അലസതരായി മാറ്റി ആമേൻ ഉണർവില്ലാത്തവരായി മാറ്റി ആമേൻ പല നേരങ്ങളിലും ശത്രു പദ്ധതികളുമായി കടന്നു വരുമ്പോൾ ഈ സെഷൻ കഴിയുമ്പോൾ നിങ്ങൾ അലസതരായില്ലാതെ ആമേൻ കർത്താവിന്റെ വേളയിൽ നിങ്ങൾ എല്ലാവരും മടുപ്പില്ലാതെ ഉത്സാഹമുള്ളവരായി എഴുന്നേൽക്കുന്നവരായി മാറട്ടെ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ പ്രസംഗങ്ങൾ ഒത്തിരി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നിങ്ങൾക്ക് അനുഗ്രഹം കൊടുക്കുന്ന പ്രസംഗം മാത്രമല്ല, ആമേൻ നിങ്ങളുടെ ജീവിതത്തെ അടുത്ത തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ദൈവത്തിന്റെ വചനമായിരിക്കും. ആമേൻ. ഈ കാലങ്ങളിൽ ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടിയ ദൈവത്തിന്റെ മെസ്സേജുകളെ ഈ കാലങ്ങളിൽ സഭയ്ക്ക് ദൈവം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ ഇതിനെ കേട്ട അടിസ്ഥാനത്തിൽ ഉറച്ചിരുന്ന വളരുന്ന ദൈവജനമായി കാലങ്ങളിൽ മാറട്ടെ. ആമേൻ. കാലങ്ങളിൽ ദൈവത്തിന്റെ സഭയെ ഉறுதிப்படுத்திക്കൊണ്ടിருக்கும்போது அந்த உறுதியில் நிலைத்து நின்று அதற்குள்ளாக വളരുന്ന ദൈവത്തിന്റെ പിള്ളകളായി നാം മാറട്டும். ഹല്ലേലൂയ. ആമേൻ ആമേൻ. ഈ മടുപ്പ് ആമേൻ വരാനുള്ള കാരണം, ആമേൻ അലസത വരാനുള്ള കാരണം ഈ കാലങ്ങളിൽ ദൈവത്തിന്റെ വേളയിലും ആമേൻ ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന പലരും ആമേൻ തന്റെ വേളയിൽ അലസതരായിരിക്കുന്നത് കൊണ്ട് ദൈവരാജ്യം കർത്താവിന്റെ ഇഷ്ടത്തിൽ അധികമായി ലോകത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. സത്യം തുറന്നു പറഞ്ഞാൽ അലസതരായി കൂടിയിരിക്കുന്ന സഭയിലുള്ളവർ കൊണ്ട് ആമേൻ കൂടുതലായി ദൈവരാജ്യം പണിയപ്പെടാത്തത്. ആമേൻ അസതിയായിരിക്കുന്ന പലരും தேவனுடைய சபையில் இருந்து அடுத்த கட்டங்களுக்கு போகாதவன் அப்படியே இருக்கிறதுனால தான் தேவனுடைய ராஜ்யம் தேசத்திலே கட்டப்படுகிறது இல்லை. ஹல்லேலூயா ஹல்லேலூயா. ஆமென். അപ്പോൾ പൗലോസ് വ്യക്തമായി സഭയോട് നിങ്ങൾ അലസതരായി ഇരിക്കാതെ നിങ്ങൾ എങ്ങനെ ഇരിക്കണം? ഉത്സാഹമുള്ളവരായി ഇരിക്കണം. ആമേൻ. ആ അധ്യായത്തിൽ ആമേൻ അലസത എന്ന വാക്ക് കേട്ടിട്ടില്ല. പക്ഷേ തമിഴിലും ആമേൻ ഇംഗ്ലീഷിലും ക്ലിയർ ആയിട്ട് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ അസതിയായി ഇരിക്കக்கூடாது. ആമേൻ. അസതിയായി. തമിഴ് കൂടുതൽ ഞാൻ അതിന് റെഫറൻസ് എടുക്കാനുള്ള കാരണം എബ്രായ ഭാഷയിൽ നിന്ന് ആമേൻ ഏറ്റവും ഡയറക്റ്റ് ആയിട്ട് ആമേൻ ട്രാൻസ്ലേറ്റ് ചെയ്ത ആമേൻ ഒരു പുസ്തകമാണെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്നിരിക്കുന്ന തമിഴ് വേദ പുസ്തകം. ആമേൻ. അതുകൊണ്ട് ഒത്തിരി ആമേൻ ട്രാൻസ്ലേഷൻ ഒത്തിരി എററുകൾ ആമേൻ മലയാളത്തിലും ആയിരുന്നാലും ആമേൻ അതിനെ ആമേൻ കുറച്ചും കൂടെ നമ്മൾ തെളിച്ചു വായിച്ചാൽ ആമേൻ രണ്ട് ഭാഗങ്ങൾ തമിഴ് വ്യക്തമായി പഠിപ്പിക്കുന്നു. ഒന്ന്, നമ്മൾ അലസതരായിരിക്കാൻ പാടില്ല. ആമേൻ. രണ്ട്, നാം എങ്ങനെയായിരിക്കണം? ഉത്സാഹമുള്ളവരായിരിക്കണം. ആമേൻ. ഉത്സാഹമുള്ളവരായി നമുക്കൊക്കെ എങ്ങനെ ഉത്സാഹം വരും? ആമേൻ. പെട്ടെന്ന് നമുക്കൊരു പിക്നിക് കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് എന്ത് ചെയ്യും? പെട്ടെന്ന് ഹൃദയത്തിൽ ആഴമായ ഉത്സാഹം എവിടെ നിന്ന് കടന്നു വരും നമുക്ക് അറിയത്തില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ. ആ ഉത്സാഹത്തെ കുറയ്ക്കുന്ന ആമേൻ ശത്രുവിന്റെ മണ്ഡലങ്ങളെ തിരിച്ചറിയുന്ന ആമേൻ ദൈവത്തിന്റെ സഭയായി നമ്മൾ മാറട്ടെ. ஆமென். அசதியை கொடுத்து உன்னை மனதில ஆமென் ஜாக்கிரதையாய் இருக்காதபடிக்கு உன்னை அலட்டி கொண்டிருக்கிற சில மண்டலங்களை கர்த்தருக்கு ஜெயம் தர போகிறார். ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് എബ്രായരുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ആമേൻ 6-ാം അധ്യായം 12-ാം വാക്യം കർത്താവിന്റെ വചനം വ്യക്തമായി നിങ്ങളോട് പഠിപ്പിച്ചത് ആമേൻ അതിന്റെ 6-12 ഒന്ന് വായിച്ചാട്ടെ. എബ്രായർ 6:12. അങ്ങനെ നിങ്ങൾ ആമേൻ അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ ആമേൻ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദാനങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരണം. ഹല്ലേലൂയ. അങ്ങനെ ആമേൻ ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നെക്കാൾ വലിയവനോട് സത്യം ചെയ്യുവാൻ ഇല്ലാത്തതുകൊണ്ട് തനിക്ക് ആമേൻ തന്നെ കൊണ്ട് തന്നെ കർത്താവ് ചെയ്തു സത്യം ചെയ്തു. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് തന്നെ കൊണ്ട് തന്നെ ആമേൻ ആർക്ക് വേണ്ടി ആമേൻ ചെയ്തു? ആർക്ക് വേണ്ടി ചെയ്തു? ആമേൻ എന്തുകൊണ്ട് അബ്രഹാമിനോട് ചെയ്തു? അങ്ങനെ നിങ്ങൾ 12-ാം വാക്യം, അങ്ങനെ നിങ്ങൾ അബ്രഹാം മന്ദതയുള്ളവനായില്ലായിരുന്നു. ഹല്ലേലൂയ. അബ്രഹാം എന്തില്ലായിരുന്നു? മന്ദത ഇല്ലാത്തത് കൊണ്ട് പൗലോസ് വ്യക്തമായി അബ്രഹാമിനെ എടുത്ത് കാണിക്കുന്നു. അബ്രഹാം മന്ദതയുള്ളവനായിട്ടല്ല, അബ്രഹാം ചെല്ലുന്ന സ്ഥലങ്ങളെല്ലാം ആമേൻ ആമേൻ കർത്താവിന്റെ വാഗ്ദത്തത്തെ കണ്ട് മുന്നോട്ട് പോകുന്ന ദൈവത്തിന്റെ മനുഷ്യനായിരുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിന്റെ മുൻപിൽ വലിയൊരു വാഗ്ദാനങ്ങൾ മുൻപിൽ ഇരിക്കുമ്പോൾ ആമേൻ അതിനെ നീ വെച്ച് ആമേൻ നീ എങ്ങനെയായിരിക്കണം? മന്ദത ഉള്ളവരായിട്ടല്ല, ആമേൻ നിങ്ങൾ തെളിഞ്ഞ
ஹல்லேலூயா ஆமென். ஆண்டவருடைய வசனம் தெளிவாக சொல்கிறது. வாசித்தோம். ஆமென். ஆபிரகாம் எப்படி இருந்தார்? ஆமென். என வாசித்த காரியம் உங்களுக்கு நம்பிக்கையின் பூர்ண நிச்சயம் உண்டாகும்படி நீங்கள் யாவரும் முடிவு பிரயத்தவர் அப்படி நீங்கள் என்ன இருக்க வேண்டும்? ஜாக்கிரதையாய் காண்பிக்க வேண்டும் என்று ஆசையாய் இருக்கிறோம். அப்பொழுது ஆபிரகாம் எப்படி இருந்தார்? தன்னுடைய எல்லா விஷயத்தின் மேலும் அவர் ஜாக்கிரதையாய் இருந்தார். எல்லா விஷயம் என்ன ஆயிருந்தும் ജാഗ്രതയായിരുന്നു അവൻ ഇരുന്ന ആമേൻ. അപ്പോൾ അവൻ ഈ കാലങ്ങളിൽ വാഗ്ദത്തങ്ങളെ പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ജനം ആമേൻ തന്റെ വഴികളിൽ എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾ എന്നായിരിക്കണം? മന്ദതയുള്ളവരായി മാറാതെ നിങ്ങൾ ജാഗ്രതയുള്ളവരായി മാറണം. ജാഗ്രതയുള്ളവരായി മാറണം. ആമേൻ. ഹല്ലേലൂയ. മന്ദതകളെ കൊടുക്കുന്ന ആമേൻ ശത്രുരാജ്യം മുന്നോട്ട് കടന്നു വരുമ്പോൾ ഈ കാലങ്ങളിൽ സഭ മന്ദതയുള്ളവരായിട്ടല്ല കർത്താവിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് നടക്കുന്ന അനുഭവങ്ങളിലേക്ക് മുന്നോട്ട് പോകട്ടെ. ഹല്ലേലൂയ. ആമേൻ. വാഗ്ദത്തം എന്നാൽ എന്താ? കർത്താവ് നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രോമിസ്. ആമേൻ. നിത്യജീവൻ എന്ന ആമേൻ സ്വർഗ്ഗ രാജ്യം എന്ന ഏറ്റവും ഉന്നതമായ പ്രോമിസിനെ വാഗ്ദത്തങ്ങളെ കർത്താവ് നമ്മുടെ കരങ്ങളിൽ കൊടുത്തിരിക്കുമ്പോൾ ആമേൻ അതിനെ മറന്ന് മന്ദതയുള്ളവരായി മുന്നോട്ട് പോകുവാനല്ല ആമേൻ ഈ കാലങ്ങളിൽ ജാഗ്രതയുള്ളവരായി മുന്നോട്ട് പോകുവാൻ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇങ്ങനെ മൂന്ന് വ്യക്തികളെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് ആമേൻ ഏശാവിനെയും യാക്കോബിനെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. രണ്ട് 10 കന്യകകളെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. മൂന്ന് ആമേൻ 7 സഭകളിലെ ലാസ്റ്റ് സഭയായിരിക്കുന്ന ലവോദിക്കയ സഭയെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഈ കാര്യങ്ങളിൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധയോടെ ഇരുന്നാട്ടെ. ആമേൻ. തങ്ങൾക്ക് ലഭിച്ച ആമേൻ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ആമേൻ നഷ്ടമാക്കിയ 3 ആളുകളെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. തനക്ക് தேவன் கொடுத்த ஆமென் நம்பிக்கையின் பூர்ண நிச்சயத்தை மறந்து ஆமென் போன 3 நபர்களை குறித்து நான் சொல்ல விரும்புகிறேன். ஒன்று ஆமென் யாக்கோபும் ஏசாவையும் குறித்து சொல்ல விரும்பப்படுகிறேன். ஆமென். 2 ஆமென் ஆமென் 10 கனிகள், புத்தியுள்ள கனிகள், புத்தி இல்லாத கனிகளை குறித்து சொல்ல விரும்பப்படுகிறேன். ஆமென். 3 லவோதிக்கேயா சபையை குறித்து சொல்ல விரும்பப்படுகிறேன். எத்தனை பேர் லவோதிக்கேயா சபையை கேட்டுக்கொண்டார்கள்? ஆமென். எத்தனாவது சபை? 7ാമത്തെ സഭ. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് ആമേൻ ആത്മാവിൽ ആമേൻ ദൈവം ദൂത് ആമേൻ യോഹന്നാന്റെ ആമേൻ കാര്യങ്ങളെ അറിയിക്കുമ്പോൾ ആമേൻ ദൈവം യോഹന്നാൻ വ്യക്തമായി പറഞ്ഞ ആമേൻ ലാസ്റ്റ് സഭയ്ക്കുള്ള ദൂതായിരുന്നു ലവോദിക്കയ്ക്കുള്ള ദൂത്. ആമേൻ ലാസ്റ്റിലേക്ക് നമ്മൾ കടന്നു വരാം. ഇന്ന് ആദ്യത്തെ സെഷനിലേക്ക് കടന്നു പോകുന്ന ആമേൻ ഈ ഏശാവിന് വന്നുപോയ നഷ്ടമെന്തോ? ഏശാവിന് വന്നുപോയ നഷ്ടം എന്തുവാ? നമ്മൾ ഇത് കേട്ടു. 12-ാം അധ്യായം 11-ാം വാക്യം റോമർ 12:11 ഇരിക്കുന്നത് നിങ്ങൾ എങ്ങനെയായിരിക്കണം? ഉത്സാഹത്തിൽ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് റെഡിയാക്കിക്കോ. ഹല്ലേലൂയ. ഉത്സാഹം. ആമേൻ. കർത്താവിന്റെ മുമ്പിൽ ഇരിക്കാനുള്ള ഉത്സാഹം. ആമേൻ. ഈ ഏശായുടെ പ്രധാനമായുള്ള പ്രയാസം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഏശാവിനെ ഏറ്റവും വ്യക്തമായി കാണിച്ചിരിക്കുന്ന ഒരു അനുഭവമുണ്ട്. ആമേൻ. എന്താ ഏശായുടെ പ്രശ്നം? ഏസാവിന്റെ പ്രശ്നം ആമേൻ ഏസാവിന്റെ തകപ്പനായിരിക്കുന്ന ഈസാക്ക് 2 പിള്ളകൾ പിറந்தார்கள். ഒന്ന് ആദ്യം ജനിച്ച ആദ്യം ജനിച്ച ഏശാവ്, രണ്ടാമത് ജനിച്ച യാക്കോബ്. അവർ ട്വിൻസ് ആയിരുന്നു. ആദ്യമായിട്ട് വേദപുസ്തകത്തിൽ ട്വിൻസ് കുഞ്ഞുങ്ങൾ ജനിക്കുന്ന ഇവരായിരുന്നു. ഹല്ലേലൂയ. ട്വിൻസ്. ആമേൻ. ആദ്യം ഏശാവ് പുറത്തു വന്നു. ഏശാവിന്റെ കാലിനെ പിടിച്ചുകൊണ്ട് ആര് പുറത്തു വന്നു? യാക്കോബ് പുറത്തു വന്നു. ആമേൻ. എത്ര പേർക്ക് ട്വിൻസിന് ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ. ട്വിൻസ് ഒരു വീട്ടിൽ ഒരു ട്വിൻസ് വളരുമ്പോൾ അവർ തന്നെ സ്നേഹിച്ചു വളരും. അപ്പൊ ഇവർ ചെയ്യും ഒത്തിരി because അവർ ചെറിയ പ്രായം മുതലേ ആമേൻ ആ കുഞ്ഞിന്റെ അമ്മയുടെ ഉദരത്തിൽ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആമേൻ. കളിച്ച് വളർന്ന ഒരു അനുഭവമായിരുന്നു. ഹല്ലേലൂയ. ഈ ആമേൻ കുഞ്ഞുങ്ങൾ വളർന്നു വന്നു. ആമേൻ വളർന്നു വന്നപ്പോൾ ആമേൻ യാക്കോബിന് ആമേൻ ഒരു ലോട്ടറി അടിച്ചു. യാക്കോബിന് ചെയ്തു ലോട്ടറി അടിച്ചു. ആമേൻ. പല നേരങ്ങളിലും ഒരു കുഞ്ഞിന് ലോട്ടറി അടിക്കും, ഒരു കുഞ്ഞിനും ചെയ്തില്ല. ലോട്ടറി അടിക്കുന്നില്ല. മാതാപിതാക്കൾ ഒരു കുഞ്ഞിന് ഫേവർ കിട്ടും, വലിയൊരു കുഞ്ഞിനും ചെയ്യത്തില്ല, ഫേവർ കിട്ടത്തില്ല. പ്രിയപ്പെട്ട ഞാനൊന്ന് പറയട്ടെ. ആമേൻ ആമേൻ കർത്താവ് നമുക്ക് എല്ലാവർക്കും വേണ്ടി ഒരു വലിയൊരു ഫേവർ കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. തന്റെ കരുണയുടെ പാത്രങ്ങളായി ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഈ കാലങ്ങളിൽ വിശ്വസിക്കുന്ന ദൈവസഭ ധൈര്യത്തോടെ നിന്നാട്ടെ. നിങ്ങൾ എല്ലാവരും കർത്താവിന് മുൻപിൽ ആമേൻ കരുണ ലഭിച്ചവരായിരിക്കുന്നു. ഹല്ലേലൂയ. 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 കർത്താവിന്റെ വചനം വ്യക്തമായി പറയുന്നു. ആമേൻ. ഏശാവിനെ വെറുത്ത് കർത്താവ് യാക്കോബിനെ സ്നേഹിച്ചുവെങ്കിൽ ഈ കാലങ്ങളിൽ പുതിയ സഭയോട് ഞാൻ പറയട്ടെ. ആമേൻ. തന്റെ സ്വന്തം രക്തം കൊണ്ട്
വീണ്ടെടുത്ത സകല ജനത്തിനു വേണ്ടിയും കർത്താവ് സ്നേഹിച്ച് അവർക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ പ്രാപിപ്പാൻ അവകാശമുള്ളവരായി കർത്താവ് നമ്മളെല്ലാവരും മാറ്റിയിരിക്കുന്നു. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ യേശാവിനെ കർത്താവ് വെറുത്തു, യാക്കോബിന് കൊടുത്തു, ഒരു ഫേവർ കൊടുത്തു. യേശാവിനെ വെറുപ്പാനുള്ള കാരണം യേശാവ് എപ്പോഴും കാട്ടിലേക്ക് ഓടുന്നവനായിരുന്നു. കാട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും കഥ പറയാൻ പോകുന്നു. അവൻ എന്തായിരിക്കുന്നു? അവൻ കാട്ടിലേക്ക് എന്ത് ചെയ്തു? ஓடுதவன் காட்டுக்குள்ளாக சென்று வேட்டையாடுகிற அனுபவம் உள்ளவனாயிருந்தான். யாரை வேட்டையாடுகிறது என்றால் ஜீவன் இல்லாத மனுஷனே அல்ல, அவன் ஜீவன் இருக்கிற மனுஷனே அல்ல, அவன் மிருகங்களை அவன் என்ன செய்து கொண்டிருந்தான்? വേട്ടയാടി കൊണ്ടിരുന്നാണ്. അവന്റെ ജോലിയെല്ലാം എപ്പോൾ താഴോട്ട് നോക്കി, ഇവിടെ അവൻ മുഴിയിലുണ്ടോ, അവൻ ഇവിടെ വേറെ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ, അവൻ അവിടെ ആടുണ്ടോ എന്നിങ്ങനെ താഴെ നോക്കി 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 തന്റെ കയ്യിൽ ആയിരുന്നു അതിനകത്ത് ഇടുന്നവനായിരുന്നു. ഹല്ലേലൂയ. പക്ഷേ അനിയനായിരിക്കുന്ന യാക്കോബ് അവൻ ഈ മൃഗത്തോട് അടിക്കുന്നവനായിട്ടല്ല, എപ്പോഴും അമ്മയുടെ മുഖം അപ്പന്റെ മുഖം നോക്കിക്കൊണ്ടിരിക്കുന്നവനായിരുന്നു. അപ്പന്റെ വീട്ടിൽ താമസിക്കുന്നവനായിരുന്നു. അവൻ തന്റെ അപ്പന്റെ അനുഭവങ്ങളെ കണ്ടറിഞ്ഞവനായിരുന്നു. അപ്പന്റെ വാക്കുകൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന അപ്പന്റെ വാക്കുകളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ എന്താണെന്ന് എപ്പോഴും അതിനെ ഫോളോ ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു ഈ യാക്കോബ്. ഹല്ലേലൂയ. പക്ഷേ യേശാവിന്റെ ജോലി എന്തുവാ? എപ്പോഴും ഭവനത്തിൽ ഇരിക്കത്തില്ല, എപ്പോഴും അവന്റെ ജോലി എന്തുവാ? അവൻ തന്റെ ബിസിനസ്സുമായിട്ട് എപ്പോഴും ഓടി ഓടി തിരിച്ചു വരും. എപ്പോഴൊക്കെ അവന് വിശക്കുന്നു, എപ്പോഴൊക്കെ അവന് ദാഹിക്കുന്നു, അപ്പോഴോടെ അവൻ വീട്ടിലേക്ക് കടന്നു വരും. ആമേൻ. ആമേൻ. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. അവൻ സഭ എന്ന് പറയുന്നത് വിശപ്പ് വരുമ്പോഴോ ഇല്ലെങ്കിൽ ദാഹം വരുമ്പോഴോ കടന്നു വരുന്ന സഭയല്ല. അവൻ എപ്പോഴും അപ്പാവിന്റെ സന്നിധിയിൽ ഇരിക്കേണ്ട മക്കളായി നമ്മളായിരിക്കണം. ഹല്ലേലൂയ. യാക്കോബിന്റെ സ്പെഷ്യൽ എന്തായിരുന്നു? അവൻ തന്റെ അപ്പനോട് പാർക്കുന്ന ഒരു അനുഭവം, അപ്പനോട് വസിക്കുന്ന ഒരു അനുഭവം, അപ്പന്റെ വാക്കുകളെ കേട്ട് മുന്നോട്ട് പോകുന്ന ഒരു അനുഭവം, അമ്മയുടെ കാര്യങ്ങളെ കേൾക്കുന്ന ഒരു അനുഭവം. ഇനി ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന്റെ വീടായിരിക്കുന്ന അമ്മയുടെ വീട്ടിൽ നിന്ന് ആമേൻ ധ്വനിക്കുന്ന ഓരോ ശബ്ദത്തെ കേട്ട് പിതാവിനെ ഇഷ്ടം ചെയ്യുന്ന ആമേൻ ദൈവത്തിന്റെ മക്കളായി ജാഗ്രതയുള്ളവരായി ആമേൻ മടിയില്ലാത്തവരായി ഈ കാലങ്ങളിൽ അലസതയില്ലാത്തവരായി ആമേൻ കർത്താവിന്റെ വീട്ടിൽ നിൽക്കുന്ന ദൈവത്തിന്റെ ക്ഷണമായി കാലങ്ങൾ മാറിയിരിക്കട്ടെ. ഹല്ലേലൂയ. ഒരു വിശപ്പ് വന്നപ്പോൾ യേശു ഓടി വന്ന് യാക്കോബിനെ കരങ്ങൾ പിടിക്കുന്നു. എനിക്ക് ആമേൻ കഴിപ്പാൻ വല്ലതോ എനിക്ക് താ എന്ന് യാക്കോബിന്റെ യേശു ചോദിച്ചപ്പോൾ ആമേൻ യാക്കോബിനോട് കണ്ടീഷൻ പറയുന്നു. ആമേൻ ഞാൻ നിനക്ക് വേണ്ടിയുള്ള ഞാൻ ചെയ്തിരിക്കുന്ന തമിഴ്നാട്ടിൽ കൂഴ് എന്ന് പറയുന്നത് എന്തുവാ? അതൊരു പായസം. ആമേൻ. മലയാളത്തിൽ ഇരിക്കുന്നത് ആമേൻ പായസം. അപ്പോൾ യാക്കോബ് തന്ത്രശാലിയായെന്ന് പറയുന്നു, പക്ഷെ ഞാനത് പറയത്തില്ല. പക്ഷെ യാക്കോബ് ഒരു കണ്ടീഷൻ വെച്ചു. ആമേൻ ഞാൻ നിനക്ക് വേണ്ടിയത് തരാം, പക്ഷേ ആമേൻ നിന്റെ ശ്രേഷ്ഠ ആമേൻ പുത്രന്റെ ആമേൻ അവകാശത്തെ എനിക്ക് തരണം. യാക്കോബ് ചോദിച്ചു, ആമേൻ നിനക്ക് ആമേൻ എന്റെ അപ്പന്റെ കയ്യിൽ കിട്ടേണ്ട അവകാശത്തെ നീ എനിക്ക് തരണം. ആമേൻ. അപ്പൊ അപ്പന്റെ അവകാശം എന്താണെന്ന് അറിയാത്ത യേശാവ് ആമേൻ തന്റെ വയറിന് വേണ്ടി തന്റെ ശ്രേഷ്ഠ ഉപദേശത്തിന്റെ ശ്രേഷ്ഠ അവകാശത്തെ അവൻ എന്ത് ചെയ്തു? യാക്കോബിന് വിറ്റുകളഞ്ഞു. അലസനായിട്ട് അവൻ എന്ത് ചെയ്തു? വിറ്റുകളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവ് നിനക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന മിനിസ്ട്രിയെ മറ്റവർക്ക് വിറ്റുകിട്ടുവാനല്ല, വിറ്റുവിടുവാനല്ല കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നത്. ആമേൻ. നിന്നെ കുറിച്ചുള്ള മിനിസ്ട്രി നിന്നെ വെച്ച് ചെയ്യുവാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇന്ന് പലരും എക്സ്ക്യൂസ് പറഞ്ഞ നീ ചെയ്യ് ഞാൻ ചെയ്യത്തില്ല, നീ ചെയ്യ് എന്ന് പറഞ്ഞ എക്സ്ക്യൂസ് കൊടുത്ത് പോകുന്ന വർഷമല്ല നിങ്ങളുടെ മേൽ കർത്താവ് കൊടുത്തിരിക്കുന്ന ശ്രേഷ്ഠ അവകാശത്തെ കർത്താവിന് വേണ്ടി ഉപയോഗിക്കേണ്ട പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും ആമേൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് ആമേൻ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്ന ജനമായിരിക്കുമ്പോൾ ആമേൻ ഏത് മനുഷ്യനെയും ആമേൻ പ്രകാശിപ്പിക്കുന്ന ജീവന്റെ വെളിച്ചത്തിലേക്കാണ് ഞാൻ നിങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ മനുഷ്യനെയും അവൻ പ്രകാശിപ്പിക്കുന്നത് അവൻ ജീവനുള്ള ഒളിയിടത്തിലെ നാമും നീങ്ങളും ഓടിക്കൊണ്ടിരിக்கிறோ ഇരുന്നു കൊണ്ടിരിக்கிறோ. ഈ കാലങ്ങളിൽ പ്രിയപ്പെട്ടവർ വെളിച്ചത്തെ വിട്ട് ആമേൻ നമ്മ ശ്രേഷ്ഠ അവകാശത്തെ വിട്ടുകളയല്ലേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ പറയാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് കൊടുത്തിരിക്കുന്ന അനുഭവങ്ങളെ ആമേൻ വിശ്വാസത്തോടെ ചെയ്യുവാൻ ഈ കാലങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. ആമേൻ. ചിലർക്ക് മിനിസ്ട്രി വേണ്ട, ഞങ്ങൾ വന്നിട്ട് പോകുന്നവരായിരിക്കാം എന്ന് പറയുവാനല്ല, അന്ന് സമയമെല്ലാം കഴിഞ്ഞു. ഹല്ലേലൂയ. അന്ത്യകാലങ്ങളിൽ ദൈവം എല്ലാവരും എടുത്ത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. അന്ത്യകാലം ദൈവം എല്ലാവരും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇന്ത്യയിൽ 150 കോടിയോളം ജനമുള്ളപ്പോൾ 150 കോടിക്ക് ജനത്തിന് ആമേൻ അറ്റ്ലീസ്റ്റ് ഒരു 25% ആയിരം ജനങ്ങൾ സുവിശേഷത്തിൽ ഇറങ്ങിയാൽ മാത്രമേ ഉള്ളൂ 150 കോടിക്കുള്ള ജനത്തിലുള്ള സുവിശേഷം കടന്നു പോകത്തുള്ളൂ. ആമേൻ. ഇപ്പോഴത്തെ റേഞ്ച് അറിയാമോ?
സത്യത്തിൽ ആരാധിക്കുന്ന ജനം സിംഗിൾ ഡിജിറ്റിലായിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് സുവിശേഷത്തിന് ആളുകളല്ല. ആമേൻ. വൺലി ദൈവത്തെ സത്യത്തിൽ ആരാധിക്കുന്ന ദൈവത്തിന്റെ ജനം ഏറ്റവും കുറഞ്ഞ പെർസെന്റ്, അത് ലെസർ ദാൻ 1%. ഹല്ലേലൂയ. എത്ര പെർസെന്റ്? ഞാൻ വിശ്വസിക്കുന്നു ലെസർ ദാൻ 1% നമ്മളുമുണ്ട്. ഹല്ലേലൂയ. ലെസർ ദാൻ 1% നമ്മളുമുണ്ട്. പ്രിയപ്പെട്ടവർ, 25% വേണ്ടി കർത്താവ് ആഗ്രഹിക്കുമ്പോൾ 150 കോടിക്ക് ആമേൻ സുവിശേഷം എത്തുവാൻ കർത്താവ് ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഇപ്പോൾ ദൈവത്തിനെ ആരാധിക്കുന്ന ജനമേ ആമേൻ ഇപ്പോൾ നിൽക്കുന്ന ലെസർ ദാൻ 1%. പ്രിയപ്പെട്ടവരെ, ജാഗ്രതയില്ലാതെ അലസതരായിട്ട് പലരും മാറിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ പോണ്ടിച്ചേരി പട്ടണത്തിൽ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ആക്കിയിരിക്കുന്ന ദൈവജനമേ, നിങ്ങൾ അലസതരായിട്ട് ഇരിക്കാനല്ല കർത്താവിന്റെ ഇഷ്ടം. ആമേൻ. നിങ്ങളുടെ ശ്രേഷ്ഠ അവകാശത്തെ മറ്റൊന്ന് വിറ്റു കളയുവാനല്ല കർത്താവിന്റെ ഇഷ്ടം. നിങ്ങൾക്ക് ദൈവം കൊടുത്തിരുന്ന അവകാശത്തെ നിങ്ങൾ നിറവേറ്റുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. യേശാവ് തനിക്ക് കിട്ടിയ അവകാശത്തെ തന്റെ ബ്രദറിന്, തന്റെ സഹോദരന് വിറ്റു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആമേൻ. നിനക്ക് കിട്ടിയ വാഗ്ദാനങ്ങളെ, വാഗ്ദത്തങ്ങളെ മറ്റവർക്ക് കൊടുക്കാനല്ല, നീ പ്രാപിപ്പാൻ വേണ്ടി കർത്താവ് നിന്നെ ഒരുക്കിയിരിക്കുന്നത്. ആമേൻ. 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 കർത്താവ് സഭയോട് പറയുന്നു, ആമേൻ. ആണ്ടവർ സഭയോട് சொல்கிறார், நீங்கள் ஆசரியாயிராமல் நீங்கள் என்னவாயிருக்க வேண்டும்? எப்படி இருக்க வேண்டும்? ജാഗ്രതയായിരിക്ക வேண்டும். ഹല്ലേലൂയ. ആമേൻ. കർത്താവ് അവരെ ചേർപ്പാൻ വേണ്ടിയാണ് യേശു കടന്നു വരുന്നത്. ഉറങ്ങുന്ന സഭയെ ചേർപ്പാനല്ല, ഉണർന്നിരിക്കുന്ന സഭയെ ചേർപ്പാണ് മണവാളൻ വരുന്നത്. ഹല്ലേലൂയ. കല്യാണ വീട്ടിൽ ആമേൻ മണവാട്ടിക്ക് വേണ്ടി തയ്യാറായിരിക്കുന്ന മണവാട്ടിയെ ആമേൻ നീ ഉറങ്ങി കിടപ്പാനല്ല കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നത്. നീ ഉണർന്ന കർത്താവിന് വേണ്ടി നിൽപ്പാൻ വേണ്ടിയാ കർത്താവ് നിന്നെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഉണർവുള്ളവരായി കാലങ്ങൾ മുന്നോട്ട് കടന്നു പോകാം. അപ്പോൾ അവന്റെ ലക്ഷ്യമെല്ലാം തറയായിരുന്നു, അവന്റെ ലക്ഷ്യമെല്ലാം ഭൂമിയായിരുന്നു, അവന്റെ ലക്ഷ്യമെല്ലാം ആമേൻ കാടായിരുന്നു, അവന്റെ ലക്ഷ്യം വീടല്ലായിരുന്നു. ആമേൻ. പക്ഷേ യാക്കോബിന്റെ ലക്ഷ്യമെല്ലാം തന്റെ വീടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആമേൻ. നിങ്ങൾ ആമേൻ കർത്താവിന്റെ മുന്നിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ കർത്താവിന്റെ വീടായിരിക്കട്ടെ. ആമേൻ. നിങ്ങൾ കർത്താവിന്റെ പിള്ളേകളായിരിക്കുമ്പോൾ നിങ്ങളുടെ വീട് കർത്താവിന്റെ വീടായിരിക്കട്ടെ. ഹല്ലേലൂയ. ദാഹത്തിനു വേണ്ടി, വിശപ്പിനു വേണ്ടിയും ആമേൻ സഭയിൽ ആമേൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ആമേൻ ആവശ്യക്കാരായി കടന്നു വന്നിട്ട് പോകുവാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. 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 ആമേൻ. രാവിലെ ഞാൻ സൺഡേ സ്കൂൾ എടുത്തപ്പോൾ ശലോമോന്റെ കാലങ്ങളിൽ ആമേൻ കർത്താവ് ഒരു യുദ്ധമില്ലാതെ ആ ജനത്തെ നടത്തി. ഒരു യുദ്ധമില്ലാതെ നടത്തി. ഒരു പോരാട്ടമില്ല. ആർക്കില്ല? ഇസ്രായേൽ ജനത്തില്ല. പോരാട്ടമില്ലാത്തപ്പോൾ ഈ ജനത്തിന് കുറച്ചും കൂടെ എന്ത് കൂടി? പോരാട്ടമില്ലാത്തപ്പോൾ കർത്താവിന്റെ സഭയെ വിട്ട്, കർത്താവിന്റെ കാര്യങ്ങൾ വിട്ട് ആമേൻ ഈ ജനം കർത്താവിന് ആമേൻ ആമേൻ വിരോധമായിരിക്കുന്ന പല വിഷയങ്ങൾ ജനങ്ങൾ ചെയ്തു. രാജ്യത്തിന്റെ ആദ്യമേ നല്ല രാജാവായിരുന്നു ശലോമോൻ. പോകുന്നവരും യുദ്ധമില്ലാത്തതിന്റെ പുള്ളിക്ക് ആമേൻ ബോറടിച്ച് ഫലവിധമായ പാപങ്ങൾ ചെയ്യാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ആമേൻ ഈ കാലങ്ങളിൽ പോരാട്ടമില്ലാതെ പ്രയാസമില്ലാതെ കുടുംബം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ആമേൻ പൂർണ്ണ പിതാക്കളുടെ പ്രാർത്ഥന അകത്തുണ്ട്. അത് മറന്നു കളയല്ലേ. ഹല്ലേലൂയ. നിന്റെ അമ്മയുടെ പ്രാർത്ഥനയുണ്ട്, നിന്റെ അപ്പന്റെ പ്രാർത്ഥനയുണ്ട്, ആമേൻ നീ സേവിച്ചു വന്ന ആമേൻ ആരാധിച്ചുകൊണ്ട് വന്ന സഭയുടെ പ്രാർത്ഥനയുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. ഈ പ്രാർത്ഥനയെ അറിഞ്ഞ ആമേൻ ശലോമോൻ അറിയാതെ പാപത്തിൽ വീണപ്പോൾ ആമേൻ ദൈവം നെബൂഖദ്നേസറിനെ ബാബിലോണിൽ ഒരുക്കി ആമേൻ അവരുടെ സകല ആലയത്തെയും കർത്താവ് എടുത്തു കളഞ്ഞ് അവരെ 70 വർഷം അടിമകളായി മാറ്റി. ഹല്ലേലൂയ. എത്ര വർഷം? 70 വർഷം അടിമകളായി പിടിക്കപ്പെട്ടു. അവർക്ക് ജാഗ്രതയില്ലാവരായിരുന്നു, അവർ അലസതരായിരുന്നു. അലസതയുള്ളവരെ കർത്താവ് ശത്രുവിന്റെ കൈകളിൽ ഏൽപ്പിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആരാധനയ്ക്ക് കടന്നു വന്നിരിക്കുന്ന ദൈവജനം അലസതരായിട്ടിരിക്കാതെ ഉത്സാഹമുള്ളവരായി കർത്താവിന്റെ വേല ചെയ്യുവാൻ വേണ്ടി ആത്മാവിൽ നിങ്ങൾ തീയുള്ളവരായിരിക്കട്ടെ. ഹല്ലേലൂയ. ആത്മാവ് എങ്ങനെയായിരിക്കണം? തീയുള്ളവരായിരിക്കണം. ആത്മാവിൽ കത്തുന്നവരായിരിക്കണം. ആത്മാവിൽ കർത്താവിന് വേണ്ടി ഓടുന്നവരായിരിക്കണം. അങ്ങനത്തെ മനുഷ്യനെ നാളുകളാൽ ബലം പ്രാപിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്ന ആളുകളായി മാറട്ടെ. അതാ നിങ്ങൾ ചെയ്യേണ്ട ബുദ്ധിയുള്ള ആരാധന. വിശുദ്ധിയും വേർപാടുമാണ് നിങ്ങൾ കർത്താവിനോട് കൊടുക്കുന്ന ബുദ്ധിയുള്ള ആരാധന. നിങ്ങൾ കൊടുക്കേണ്ട ബുദ്ധിയുള്ള ആരാധന என்ன? ആമേൻ. உங்களுடைய சரீரத்தை ஜீவனுள்ள பலியாக கர்த்தருக்கு பரிசுத்தமாய் கொடுப்பதுதான் தேவன் கேட்கிற புத்தியுள்ள ஆராதனை. அவர்களுக்காக தேவன் சொல்கிறார், நீங்கள் எப்படி இருக்க வேண்டும்?
அசதியாயிராமல் ஜாக்கிரதையா இருக்க வேண்டும். ஹல்லேலூயா. ஆவியில் எப்படி இருக்க வேண்டும்? அனலாய் இருக்க வேண்டும். ஆவியில் எப்படி இருக்க வேண்டும்? ஆவியில் அனலாய் இருக்க வேண்டும். இப்பொழுது ஆவியில் அனலாக்கണമെങ്കിൽ ഒരു 10-15 നിമിഷം നമ്മൾ കുറച്ചൊരു സെഷൻ എടുത്താലേ നമ്മുടെ അകത്തേക്ക് ആത്മാവിൽ അനൽ വരത്തുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ കാലങ്ങളിൽ ആത്മാവിൽ ബലമുള്ളവരായിരിക്കട്ടെ. പക്ഷെ നീ ബലഹീനപ്പെട്ട് തണുത്തു പോകുന്ന ഒരു അനുഭവമാണെങ്കിൽ ഈ കാലങ്ങളിൽ ഉപവസിച്ച് അതിൽ ജയമെടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. കാലങ്ങൾ മുന്നോട്ട് അധികം പോകുന്നില്ല. കേട്ടു ആമേൻ, മൈനവരിലും ആമേൻ, ബാങ്കോക്കിലും ആമേൻ, തായ്ലാൻഡിലെല്ലാം ഇപ്പോൾ ഭൂകമ്പങ്ങൾ കടന്നു വന്നു. ഹല്ലേലൂയ. ആമേൻ. അത് ഒത്തിരി ദൂരമൊന്നുമില്ല. ആമേൻ, പോണ്ടിച്ചേരി പട്ടണത്തിൽ കടന്നു വരാൻ. ആമേൻ. അത് ഏറ്റവും ബോർഡറിലായിരിക്കും, ഇന്ത്യയുടെ ബോർഡറിലായിരിക്കുമ്പോൾ ഈ കാലങ്ങളിൽ പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ വരവിനുള്ള ആമേൻ സകല അടയാളങ്ങളും ഭൂമിയിൽ ദൈവം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ അടയാളങ്ങളെ കണ്ട് യേശുവിന്റെ വരവിന് വേണ്ടി, യേശുവിന്റെ വരവിന് വേണ്ടി ജാഗ്രതയോട് കാത്തിരിക്കുന്ന മണവാട്ടിയായി നമ്മൾ മാറട്ടെ. പ്രിയപ്പെട്ട വിറ്റ് കളഞ്ഞ യേശാവിന്റെ ശ്രേഷ്ഠ അവകാശം യാക്കോബിന് കിട്ടി. ആമേൻ. വിട്ടുപോട്ട് ஏசாவுடைய அவனுடைய சிரேஷ்ட புத்திரிய ஆமே அவனுடைய உரிமையை இப்ப யாருக்கு போய் விட்டது? യാക്കോബുക്ക് പോയി വിട്ടത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ശുശ്രൂഷകളെ മറ്റവർക്ക് ആമേൻ അത് ദാനമായി കൊടുക്കാതെ നിങ്ങൾ അത് ചെയ്യുന്നവരായിരിക്കട്ടെ. ഹല്ലേലൂയ. ഇവർക്ക് അതോ വലിയ ദാനം ചെയ്തതുപോലെ അവരുടെ ഒരു ഇത് ആമേൻ എനിക്കുള്ള മിനിസ്ട്രി ആർക്ക് കൊടുത്തു? മടിയന്മാർ. ഹല്ലേലൂയ. സോമ്പേറികൾ. ആമേൻ. മടിയന്മാരായിരിക്കാനല്ല, മടുത്തിരിപ്പാനല്ല, ഉത്സാഹത്തോടെ ഇരുന്നാട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിപ്പാൻ മടി, ആമേൻ, കർത്താവിനെ സേവിപ്പാൻ മടി. ദൈവം നമ്മളെ എന്തുകൊണ്ട് കർത്താവ് സൃഷ്ടിച്ചത്? പ്രിയപ്പെട്ട ചില വാഗ്ദത്തങ്ങളെ ദൈവം നമുക്ക് കൊടുത്തിരിക്കുമ്പോൾ ആ ശ്രേഷ്ഠ അവകാശത്തെ കാക്കുന്നവരായ കാലങ്ങളിൽ മാറട്ടെ. ഹല്ലേലൂയ. 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 ഈ കാലങ്ങളിൽ കർത്താവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. അവൻ തോറ്റുപോയി, അവൻ പ്രാപിച്ച ആമേൻ അവകാശം ആമേൻ വീണ്ടുമായി അവൻ പ്രാപിപ്പാൻ കഴിഞ്ഞില്ല. ഇപ്പൊ അപ്പന്റെ അടുത്തിൽ പോയി അവൻ ആമേൻ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തു, അപ്പ എനിക്ക് ഒരു അനുഗ്രഹം പോലും ഇല്ലേ? യാക്കോബിന്റെ കരങ്ങളിൽ ചെന്ന് യേശാവ് ആമേൻ ഇങ്ങനെ ചോദിക്കുന്നു, അപ്പ എനിക്ക് ഒരു അനുഗ്രഹം പോലും ഇല്ലേ? അപ്പൊ യാക്കോബ് ആമേൻ ഈസാക്ക് ഇങ്ങനെ പറയുന്നു, ആമേൻ എനിക്ക് ആമേൻ കൊടുക്കേണ്ടതെല്ലാം നിനക്ക് കിട്ടേണ്ട അവകാശം ഞാൻ ആർക്ക് കൊടുത്തു? ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, എത്ര പേര് ഇതിനു വേണ്ടി സമർപ്പിക്കാൻ കഴിയുന്നുണ്ട്? ആത്മാവിൽ തീയുള്ളവരായിരിക്കട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും മണവാട്ടികളാണ്. നിങ്ങൾ ആരായിരിക്കുന്നു? You are the bride. You are the bride. നിങ്ങൾ മണവാട്ടികൾ. നിങ്ങൾ കണ്ണാടിയിൽ കാണുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന മണവാട്ടികളാണ്. അപ്പൊ മണവാട്ടികൾ ഡ്രസ് ഇട്ടുകൊണ്ടിരിക്കണം. വിശുദ്ധി എന്ന വസ്ത്രം നിങ്ങൾ ധരിച്ചവരായിരിക്കണം. ആമേൻ. ആ വിശുദ്ധിക്ക് ഒരു കേടുപാടും വരാതെ വേണം. ജാഗ്രതയുള്ളവരായിരിക്കണം. കർത്താവിന്റെ വേലയിൽ നിങ്ങൾ എങ്ങനെ ജാഗ്രതയുള്ളവരായിരിക്കുന്നു, അലസതരായിട്ട് ഇല്ലാത്തവരായിരിക്കുന്നു, അതേപോലെ വിശുദ്ധിയിലും വേർപാടിലും നിങ്ങളെ തന്നെ നിങ്ങൾ കാക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധതക്കാരൻ നിങ്ങൾ കാക്കുന്നവരായിരിக்க வேண்டும். പ്രിയപ്പെട്ടവരോട് പറയട്ടെ, വിശുദ്ധിയിലും വേർപാടിലും കർത്താവ് നിന്ന് നോക്കിക്കേ, നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യും. നന്മയും കൃപയും എല്ലാം നിങ്ങൾ ഫോളോ ചെയ്യും. നിങ്ങൾ മറ്റവരുടെ കൈയേന്തുവാൻ കർത്താവ് വിടത്തില്ല. യാക്കോബ് മറ്റവരുടെ കൈയേന്തുവാൻ കർത്താവ് വിടത്തില്ല. അപ്പന്റെ വീട്ടിൽ നിന്നപ്പോൾ അനുഗ്രഹം അവനെ തേടി വന്നു. യേശാ റിക്വസ്റ്റ് ചെയ്യുന്നു, യാക്കോബിന് ചുമ്മാതെ കിട്ടുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. എത്ര പേര് അപ്പാവുടെ വീട്ടിൽ എപ്പോഴും ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്? ആമേൻ. അപ്പാവുടെ വീട്ടിൽ എപ്പോഴും സന്തോഷമോ പ്രിയപ്പെട്ടവരെ? അപ്പാവോട് വസിക്കുന്ന അനുഭവങ്ങൾ എപ്പോഴും നമുക്ക് സമാധാനത്തെ കൊടുക്കുന്നതായിരിക്കുന്നു. അപ്പാവുടെ വീട്ടിൽ കാണുന്നവർക്ക് എത്ര പേർ വിരുപ്പപ്പെടുகிறீர்கள்? അപ്പാവുടെ വീട്ടിൽ എപ്പോഴും ഒരു സന്തോഷം താൻ കൊടുക്കുന്നത്, അപ്പാവുടെ വീട് എപ്പോഴും സമാധാനത്തെ താൻ കൊടുക്കുന്നത്, അപ്പാവുടെ വീട് എപ്പോഴും അൻപേ താൻ കൊടുക്കുന്നത്. ഈ സ്നേഹത്തെ വിട്ട് വേർപിരിപ്പാൻ, നിന്നെ മണ്ടനാക്കുവാൻ, നിന്നെ മതി പിടിച്ചവനായി മാറ്റുവാൻ ശത്രു പലവിധമായ ആമേൻ പദ്ധതികളിൽ കടന്നു വരുമ്പോൾ ഈ കാലങ്ങളിൽ ഉണർവുള്ളവരായിരിക്കട്ടെ. ഉണർന്ന ആമേൻ കർത്താവിനെ ജാഗ്രഹിക്കുന്നവരായിരിക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇങ്ങനെ ഇവിടെ വിട്ടുപോറ്റു, അതുകൊണ്ട് അവൻ ആസ്റ്റ് വരെ അവനക്ക് അവകാശം തിരിച്ചു കിട്ടിയില്ല. അവൻ ഇവിടെ വിട്ടുപോട്ടാൻ, അതിനാൽ അവനക്ക് தேவையானது கிடைக்கவில்லை. அவனுடைய பார்வையெல்லாம் உலகமாக இருந்தது. அவனுடைய பார்வையெல்லாம் ஓடுகிற அனுபவமாக இருந்தது. പ്രിയപ്പെട്ട ലോകത്തിന് വേണ്ടി നമ്മൾ പ്രാപിച്ചിരിക്കുന്ന അവകാശത്തെ നഷ്ടപ്പെടുത്തല്ലേ. இந்த உலகத்துக்காக நீங்கள் பெற்றுக்கொண்டிருக்கிற ஆமென் ஹல்லேலூயா அப்பா பிதாவே என்று கூப்பிட்டு கொண்டிருக்கிற புத்திரிகை ஸ்வீகாரத்தின் ஆவியை நீங்கள் നഷ്ടപ്പെടുത്ത കൂടാതെ. ഹല്ലേലൂയ. പുത്രിക സ്വീകാരത്തിന് ആത്മാവ് കർത്താവ് തരുവാൻ വില കൊടുത്ത നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്, തന്റെ സ്വന്തം രക്തം നമുക്ക് വേണ്ടി കൊടുത്ത കർത്താവ് അത് ശ്രേഷ്ഠ ഉപദേശത്തെ
അവകാശത്തെ ദൈവം നമുക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഈ കാലങ്ങളിൽ അത് ഉണർന്നവരായി, അത് അറിഞ്ഞവരായി ഈ കാലങ്ങൾ മുന്നോട്ട് കടന്നു പോകട്ടെ. സ്വർഗത്തിലേക്ക് നോക്കിയാട്ടെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദുഃഖഭാരങ്ങൾ വരുമ്പോൾ സ്വർഗത്തിലേക്ക് നോക്കിയാട്ടെ. ആമേൻ. നിങ്ങൾക്ക് വേണ്ടി ഇരിക്കുന്ന അപ്പാമ്മയുടെ വീട്ടിലേക്ക് നോക്കുമ്പോൾ ആമേൻ, നിങ്ങൾക്ക് വേണ്ടി തക്ക സമയത്ത് സകലതും ചെയ്തു തീർക്കുന്ന കർത്താവിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനെയായിരുന്നു 10 കന്യകമാരുടെ ആമേൻ അനുഭവങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. റെഫറൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ഞാനത് പറയാൻ ആഗ്രഹം. മത്തായിയുടെ 25-ാം അധ്യായത്തിൽ അതുകൊണ്ട് ആമേൻ നിങ്ങൾ ചെന്ന് വീട്ടിൽ ചെന്ന് വായിച്ചോ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ചുരുക്കത്തിൽ അത് ഞാൻ പറഞ്ഞ് ആമേൻ വിടുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ ആമേൻ വാഗ്ദത്തത്തിലേക്ക് നിങ്ങൾ ആ 25-ാം അധ്യായം വായിച്ചോ. ആമേൻ. ഇതിനകത്ത് പ്രധാനമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ആമേൻ ദൈവം 10 ആമേൻ ബ്രൈഡുകളെ ദൈവം ചെയ്തു, സെലക്ട് ചെയ്തു. 10 കന്യകമാരെ ദൈവം സെലക്ട്. അവരുടെ കയ്യിൽ എന്തുണ്ടായിരുന്നു? വിളക്കുണ്ടായിരുന്നു. ആമേൻ. 10 കന്യകമാരുടെ കയ്യിലും എണ്ണ ഉണ്ടായിരുന്നു. 10 കന്യകമാരുടെ ആമേൻ ആ ഭാഗത്തിൽ എന്തുണ്ടായിരുന്നു? വിളക്ക് കത്തുന്നതായിരുന്നു. ഹല്ലേലൂയ. അപ്പോ 10 കന്യകമാർക്ക് ദൈവം കൊടുത്ത അവകാശം ഒന്നായിരുന്നു. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? എത്ര പേർക്ക് പുരിയുണ്ട്? 10 കന്യകൾക്ക് ദേവൻ കൊടുത്ത ഉരിമൈ ഒന്നാകരുത്. അപ്പൊ രക്ഷ ദൈവം എല്ലാം കൊടുത്ത സെയിം ആയിരുന്നു. കൊടുത്ത അതേ രക്ഷ ദൈവം എനിക്ക് കൊടുത്തത്. ആമേൻ. എനിക്ക് കൊടുത്ത അതേ രക്ഷ ദൈവം നിങ്ങൾക്കും കൊടുത്തില്ല. അപ്പൊ രക്ഷയുടെ അനുഭവം എന്ന് പറയുന്നത് ഒന്ന്, മക്കൾ അവകാശം പറയുന്നത് ഒന്ന്. അപ്പൊ ഞാൻ ശ്രേഷ്ഠ മക്കളെന്നല്ല, നിങ്ങൾ ശ്രേഷ്ഠനെന്നല്ല, കർത്താവിന് മുമ്പിൽ എല്ലാവരും ശ്രേഷ്ഠ അവകാശികളായിരിക്കുന്നു. ആണ്ടുടെ പാർവലിൽ നിങ്ങൾ എല്ലാവരും മുഖ്യത്വമുള്ളവരായിരിക്കുന്നീர்கள். ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ആയിരിക്കുമ്പോൾ ഈ 10 കന്യകമാർക്ക് ദൈവം കൊടുത്ത അവകാശത്തെ സമയം വന്നപ്പോൾ ഇവരെല്ലാവരും മണവാളുടെ സമയം വന്നപ്പോൾ ഇവരെല്ലാവരും വന്നു. മണവാളുടെ സമയം വന്നപ്പോൾ എല്ലാവരും വന്നു. ബുദ്ധിയുള്ള കന്യകമാർ ചെയ്തത് എന്തുവാ? ആമേൻ. തങ്ങളുടെ കയ്യിൽ അവർ എണ്ണ ചെയ്തു, എടുത്തു. തങ്ങളുടെ കയ്യിൽ എണ്ണ എടുത്തു. പക്ഷേ ബുദ്ധിയില്ലാത്ത കന്യകമാർ ആമേൻ തന്റെ കയ്യിൽ വിളക്ക് മാത്രം എടുത്തു. പക്ഷെ എണ്ണ എടുപ്പാൻ മറന്നുപോയി. എണ്ണ ചെയ്തത് അവർ മറന്നു പോണാர்கள். എണ്ണ മറന്നു പോണാர்கள். എണ്ണ എടുപ്പதற்கு മറന്നു പോണാர்கள். ആമേൻ. മണവാളുടെ ശബ്ദം കേട്ടു. 10 പേരും എഴുന്നേറ്റു. മണവാളുടെ ശബ്ദം കേട്ടു ഇല്ല, 10 പേരും എഴുന്നേറ്റു. പക്ഷെ 5 പേർ എഴുന്നേറ്റപ്പോൾ 5 പേരുടെ വിളക്ക് നല്ലപോലെ കത്തുന്നതായിരുന്നു. കയ്യിൽ എന്തുണ്ടായിരുന്നു? എണ്ണ ഉണ്ടായിരുന്നു. പക്ഷെ അടുത്ത 5 പേർ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവരുടെ വിളക്കിന്റെ വെളിച്ചം മങ്ങി മങ്ങി വന്ന് തന്റെ കയ്യിൽ നിന്ന് എണ്ണ ഇല്ലാത്തത് കൊണ്ട് അവർ വേഗത്തിൽ പറഞ്ഞു, ഞങ്ങൾ ഇപ്പോൾ എണ്ണ എടുപ്പാൻ കടന്നു പോകുന്നു, ഞങ്ങൾക്ക് കുറച്ച് എണ്ണ തരാമോ എന്ന് ബുദ്ധിയുള്ള ആ കന്യകമാരോട് ചോദിച്ചപ്പോൾ ബുദ്ധിയുള്ള കന്യകമാർ പറഞ്ഞു, ഞങ്ങൾക്ക് കൊടുത്ത അവകാശത്തെ നിനക്ക് ഞാൻ വിട്ടുകൊടുത്തില്ല. ഹല്ലേലൂയ. ഇത് സമയമായി എന്റെ മണവാളുടെ എണ്ണയായത്. ഇനി ആമേൻ ലാസ്റ്റ് ആമേൻ ആമേൻ മണവാളുടെ ശബ്ദം കേട്ടു. ഇനി നിനക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയമെല്ലാം കഴിഞ്ഞു. ആമേൻ. നിനക്ക് വേണ്ടി നീ ഒരുക്കുവാൻ കടന്നു പോയിക്കോ. പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയത് ഞാൻ നിനക്ക് വിട്ടുകളയത്തില്ല. ഹല്ലേലൂയ. നീ പ്രാപിച്ച അഭിഷേകം നഷ്ടപ്പെടുത്തുവാനല്ല, നീ പ്രാപിച്ച കർത്താവിന്റെ അവകാശത്തെ നഷ്ടപ്പെടുത്തുവാനല്ല, അത് ദിനം ദിനം നിന്റെ കയ്യിൽ ജാഗ്രതയോടെ എടുക്കുന്നവരായി മാറട്ടെ. ഹല്ലേലൂയ. ഈ കാലങ്ങളിൽ ജാഗ്രതയില്ലാതെ വേണം പ്രാപിച്ച അഭിഷേകം, പ്രാപിച്ച അധികാരത്തെ ആമേൻ വീട്ടിലാക്കി ആമേൻ മണവാളിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവജനമായിരിക്കാതെ മണവാളിന്റെ ശബ്ദം വരുമ്പോൾ ആമേൻ പ്രാപിച്ച അഭിഷേകത്തെ എന്നേക്കുമായി കാത്തുന്നവരായി മാറട്ടെ. നിങ്ങൾ പ്രാപിച്ച വെളിച്ചം ദിനം 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 കത്തി എറിയുന്നതായിരിക്കട്ടെ. ഹല്ലേലൂയ. பேச முடியும். நீங்கள் பெற்றுக்கொண்டிருக்கிற தேவனுடைய ஆவின் ஆவியாய் இருக்கிற அனலாய் இருக்கிற தேவனுடைய அபிஷேகத்தை நீங்கள் நஷ்டப்படுத்தாதபடிக்கு, அந்த பரிசுத்த ஆவியானுடைய பலத்தை நஷ்டப்படுத்தாதபடிக்கு தினம் 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 உணர்வுள்ளவர்களாக, எழுப்புதலுள்ளவர்களாக, எழுப்புதலை கொடுப்பவர்களாக இக்காலங்கள் முன்பாக போகிறவர்களாக நாம் இருக்கிறோம். எத்தனை கர்த்தாவுடைய நேர்த்திகளோ நின் அவகாசத்தை மக்கள் கொடுப்பானல்ல, நீ பிராபிச்சது கர்த்தாவுடைய வரவு வரை ஆவின் செய்கிறதோடு தைரியத்தோடு ஜாக்கிரதையோடு காத்துப்பான் வேண்டிய சூழ்ச்சிப்பான் வேண்டிய கர்த்தாവ് என்னையும் നിന്നെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ നീ പെട്ടുകൊണ്ട അധികാരത്തെ, നീ പെട്ടുകൊണ്ട പരിശുദ്ധ ആവിയാനുடைய എണ്ണയെ, ആ അഭിഷേകത്തെ ദിനം ദിനം നിൻ കയ്യിൽ ഏന്തി കൊണ്ടുപോകുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ കാലങ്ങളിൽ ആമേൻ സഭ ആമേൻ അന്ത്യകാലങ്ങളിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കാലങ്ങളിൽ നാം പ്രാപിച്ച അവകാശത്തെ മറ്റവർക്ക് വിട്ടുകളയാതെ ഈ കാലങ്ങളിൽ ഉണർവുള്ളവരായി മുന്നോട്ട് കടന്നു പോകട്ടെ.
ആമേൻ ആമേൻ. എക്സ്ക്യൂസുകൾ വിടാൻ പ്രിയപ്പെട്ടവരെ. വിശുദ്ധിക്ക് ഒരു എക്സ്ക്യൂസും ഇല്ല. വിശുദ്ധിക്ക് ഒരു എക്സ്ക്യൂസും ഇല്ല. ഓ, നിങ്ങളുടെ ജോലിയിൽ, ആമേൻ, നിങ്ങൾ നടക്കുന്ന കോളേജിൽ, ആമേൻ, നിങ്ങൾ വീട്ടിൽ വിശുദ്ധിക്ക് ഒരു എക്സ്ക്യൂസ് കൊടുക്കല്ലേ. പരിശുദ്ധാത്മാവ് വിട്ടുകളയുന്ന ഏത് അനുഭവങ്ങൾ അകത്ത് കടന്നുവരല്ലേ. Because Holy Spirit, പരിശുദ്ധാത്മാവ് മികവും ആമേൻ സെൻസിറ്റീവ് ഉള്ളവരായിരിക്കണം. ആമേൻ. പരിശുദ്ധാത്മാവ് ഏറ്റവും ഞാൻ അനുഭവിച്ചത് പറയട്ടെ. ആമേൻ. മിക ഒത്തിരി സെൻസിറ്റീവ് ഉള്ള ആമേൻ കർത്താവ് നമുക്ക് വേണ്ടി തന്ന ആത്മാവായിരിക്കുന്നു. ചെറിയ അശുദ്ധിക്ക് പോലും പരിശുദ്ധാത്മാവ് കൂടെ നിൽക്കത്തില്ല. ആമേൻ. പ്രിയപ്പെട്ടവരെ, ആ പ്രാപിച്ച എണ്ണയെ ആമേൻ വിട്ടുകളയുവാൻ ഇല്ലെങ്കിൽ മാറ്റി വെച്ചിട്ട് മണവാൻ വേണ്ടി കാത്തിരിക്കുന്നവന്ന് ആമേൻ ആർക്കെങ്കിലും ചിന്ത ഉണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, മണവാന്റെ വരവ് വരുമ്പോൾ നിങ്ങൾ ആരും എടുക്കപ്പെടത്തില്ല. നിങ്ങൾ ആ സമയത്ത് എണ്ണയ്ക്ക് വേണ്ടി ഓടുന്നവരായിരിക്കും. ഈ കാലങ്ങളിൽ എണ്ണയെ കാത്തിരുന്ന് അതിനെ ജാഗ്രതയോട് കയ്യിൽ പിടിച്ചു പോകുന്നവരായി ആയിരിക്കട്ടെ. ഇത് കാരണം മണവാളുടെ വരിക എപ്പോഴും വേണം കടന്നു വരണം. വരിക കടന്നു വരുമ്പോഴേ ആണ്ടവരെ എന്നെ കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ എണ്ണയെ ഞാൻ കേടുവதற்காக ஓடுகிறேன் என்று சொல்வதற்கல்ல, நீ பெற்றுக்கொண்ட அபிஷேகத்தை நீ காக்க வேண்டும். நீ പ്രാപിച്ച പിതാവിന്റെ വാഗ്ദത്തങ്ങളെ നീ ആമേൻ സൂക്ഷിക്കേണ്ടത്. അത് പിതാവിന്റെ വാഗ്ദത്തമായിരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇങ്ങനെ വന്നപ്പോൾ 5 കന്യകമാർക്ക് മണവാളനോട് അകത്ത് പോകുവാൻ കർത്താവ് കൃപ തന്നു. പക്ഷെ 5 കന്യകമാർ കൈവിടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഈ കാലങ്ങളിൽ വിശുദ്ധിക്ക് വേണ്ടിയോ വേർപാടിന് വേണ്ടിയോ ആമേൻ കാത്തിരിക്കുന്ന മണവാട്ടിക്ക് വേണ്ടിയാ മണവാളൻ കടന്നു വരുന്നത്. ഹല്ലേലൂയ. എത്ര പേർ ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? ജാഗ്രതയായി കർത്താവിന്റെ വരൻ വേണ്ടി കാത്തിരുന്ന ക്ഷണത്തിന് വേണ്ടി കർത്താവ് കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം എല്ലാവരും ബുദ്ധിയുള്ള കന്യകമാരെ പോൽ നമുക്ക് ദൈവം കൊടുത്തൊരു എണ്ണയെ സൂക്ഷിക്കുന്നവരായി മാറട്ടെ. യേശുവിനെപ്പോൾ ശ്രേഷ്ഠ അവകാശത്തെ നഷ്ടപ്പെടുത്തുന്നവരായിട്ടല്ല, ഈ കാലങ്ങളിൽ പ്രാപിച്ച വാഗ്ദത്തങ്ങളെ കാത്തു മുന്നോട്ട് കടന്നു പോകുന്നവരായി നമ്മൾ മാറട്ടെ. യേശു കടന്നു പോകുമ്പോൾ ആദ്യം നമുക്ക് വേണ്ടി കൊടുത്ത വാഗ്ദത്തം എന്താണെന്ന് അറിയാമോ? ആമേൻ. പിതാവിന്റെ കരങ്ങളിൽ നമുക്ക് പ്രാപിച്ച പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തമാണ്. ആമേൻ. പിതാവിന്റെ കരങ്ങളിൽ നിന്ന് വാങ്ങിച്ച ആമേൻ ഒരു പ്രോമിസ് ആയിരുന്നു ഈ ആമേൻ പരിശുദ്ധാത്മാവെന്ന ഹോളി സ്പിരിറ്റ് എന്ന പ്രോമിസ്. ഏറ്റവും ഉന്നതമായ യേശുവിന്റെ വരവിന് വേണ്ടി നമ്മെ ചേർപ്പാൻ വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി കാര്യസ്ഥനായി കൊടുത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്താതെ വേണം, അത് മറ്റവർക്ക് ആമേൻ അശുദ്ധിക്ക് വേണ്ടി വിട്ടുകളയാതെ വേണം ഈ കാലങ്ങളിൽ മുന്നോട്ട് പോകുന്നവരായി നമ്മൾ മാറട്ടെ. ഹല്ലേലൂയ. പല നേരങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരാൻ മടി എന്തോ ആമേൻ സംതിങ് ഇൻസൈഡ് ഈസ് ഹാപ്പനിങ്. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് കൂട്ടായ്മയിൽ ആമേൻ മടി ഉണ്ടെങ്കിൽ സംതിങ് ആമേൻ ഒരു സിൻ അകത്തുണ്ട്. ഹല്ലേലൂയ. പലരും ആമേൻ കർത്താവിന് വേണ്ടി ഓടി വരുവാൻ കഴിയാത്ത ചിന്ത ഉണ്ടെങ്കിൽ ഏതോ ഒന്ന് ലോകത്തിന്റെ ചിന്തകൾ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ മടുപ്പുകൾ വിട്ടുമാറട്ടെ. കർത്താവിന് വേണ്ടി സമയം കൊടുപ്പാൻ നിങ്ങളുടെ സമയത്ത് കർത്താവിന് വേണ്ടി കൊടുത്താട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ എഴുന്നേറ്റില്ലെങ്കിൽ ആര് എഴുന്നേൽക്കും? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ആര് എഴുന്നേൽപ്പാൻ? ആമേൻ. കർത്താവ് നിങ്ങളെ കൊണ്ട് ചില അത്ഭുത പ്രവൃത്തികൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ട് തന്റെ പിതാവിന്റെ ഹിതം ഈ ഭൂമിയിൽ ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും എരിവുള്ളവരായിരിക്കട്ടെ. ഇതാ ലവോദിക്കയ സഭയ്ക്ക് വന്നുപോയ പ്രശ്നം എന്താണെന്ന് അറിയാമോ? അവർക്ക് എന്നെ പ്രശ്നം தெரியுமா? അവർക്ക് അണലും கிடையாது, കുളിരും கிடையாது. അവരെന്നാ ക്ഷീണമാണല്ല. ഇവരൊക്കെ കമത്തി എടുത്ത് എന്റെ വാക്കിൽ പറഞ്ഞാൽ യേശുവിന്റെ രക്തത്തെ ആ ഗുണകരമായ രക്തം സംസാരിക്കുന്നതൊക്കെ മറന്ന് ഇപ്പൊ അവർക്ക് എന്തില്ല? ഉഷ്ണവാനുമല്ല, കുളിരുമല്ല, அனலுமல்ல. எனக்கு யாரும் வேண்டாம், நாங்கள் நியூட்ரலாகவே இருந்திருக்கிறோம் அப்படின்னு சொல்ற ஒரு சபை தான் லவோதிக்கேய சபை. ഹല്ലേലൂയ. അവിടെ ആ സഭ ഏഴാമത്തെ സഭയായി കാണുന്ന എന്റെ കൺക്ലൂഷനിലേക്ക് വരുന്ന പ്രാർത്ഥനയോടായിരിക്കുക. ഈ ഏഴാമത്തെ ലവോദിക്കയ സഭ അന്ത്യകാലത്തിന് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്ന സഭയെ കാണിക്കുന്നു. അത് ആരാന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സഭയുടെ അവസ്ഥയെ കാണിക്കുന്ന ഒരു അനുഭവമാണ് ലവോദിക്കയ സഭ. യേശുവിന്റെ വരവിന് വേണ്ടി ആമേൻ ലാസ്റ്റ് ഘട്ടങ്ങൾക്ക് ദൈവം ഒരുക്കിയ സഭയായിരിക്കുന്നു ലവോദിക്കയ സഭ. ആമേൻ. ഇപ്പൊ ഈ ലവോദിക്കയ സഭയെ 6 സഭയെ ദൈവം കണ്ടു. ഫിലദൽഫിയ സഭയ്ക്ക് ഒരു കുറവില്ല, സ്മിർന സഭയ്ക്ക് ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ, മറ്റു സഭയ്ക്ക് ചെറിയ കുറവുകളുണ്ട്. പക്ഷെ കർത്താവ് ചില വാണിംഗ് കൊടുത്ത സഭയ്ക്ക് എന്ത് ചെയ്യുന്നു? തിരിച്ചു കൊടുക്കുന്നു. പക്ഷെ ഈ സഭയോട് കടന്നു വരുമ്പോൾ ഈ സഭ ആമേൻ കർത്താവ് കാണുമ്പോൾ ഈ സഭയ്ക്ക് എന്തില്ല? പറയാനുള്ള ഒരു നന്മ പ്രവൃത്തിയും ഇല്ല.
சொல்வதற்கு எந்த ஒரு நன்மை காரியமும் எங்க இல்ல, லவோதிக்கே சபைக்கு இல்ல. ஆண்டவருடைய இரக்கம் அந்த சபைக்கு இல்லாமல் இருந்தது. அல்லேலூயா. കർത്താവിന്റെ കരുണ ആമേൻ ആ സഭയ്ക്ക് ആമേൻ ഉണ്ടായിരുന്നു. ആ സഭ എന്ത് ചെയ്തില്ല? കർത്താവിന്റെ ദുഃഖപ്പെട്ടിരുന്നു. அந்த சபையோட மெயின் பிரச்சனை என்னவென்றால் அவர்கள் ஆவியில் நிர்விசாரமுள்ளவர்களாயிருந்தார்கள், கடின இதயமுள்ளவர்களாயிருந்தார்கள், உணர்வில்லாத வாழ்க்கை உள்ளவர்களாயிருந்தார்கள். மூன்று காரியங்கள் சபையோட குறைகளை நான் சொல்லுகிறேன். ஒன்று, ஆமென், ஆவியில் எப்படி இருந்தார்கள்? நிர்விசாரம். ஆவியில் நிர்விசாரம். ஆமென். ஆவியில் நிர்விசாரம். ആമേൻ. തമിഴിൽ നിസ്സാരം. മലയാളത്തിൽ ആത്മാവിൽ എടുത്ത് വായിച്ചാണ്. നിങ്ങൾ ഇത് വായിച്ചേ പറ്റത്തുള്ളൂ. ആമേൻ. റെവലേഷൻ 15 വായിച്ചാൽ 15 മുതൽ 21 വരെ ഈ സഭയെ കുറിച്ചുള്ള വാക്കുകൾ എഴുതിയിരിക്കുന്നു. ആമേൻ. നീ ഉഷ്ണമാനുമല്ല ക്ഷീണമാനുമല്ല ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. അപ്പൊ കർത്താവ് പറയാ, ഇവര് രണ്ടിലും ഇടങ്ങിയിരിക്കുന്ന പാർട്ടി, രണ്ടുക്കും ഇടയിലിരിക്കുന്ന പാർട്ടി. ജാഗ്രതയില്ലാതെ ഈ ജനം മുന്നോട്ട് പോയി. ഹല്ലേലൂയ. ഈ സഭ ചെയ്തു മുന്നോട്ട് പോയി. അപ്പൊ ആത്മാവിൽ അടുത്ത വാക്യങ്ങൾ വായിച്ചാണ്. ഇവരെന്തായിരുന്നു? ആവിയിൽ നിർവിസാരം, ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, അപ്പൊ നോക്കുക, ഇതൊക്കെ സീനിയർ മെമ്പേഴ്സാണ്. ഇതൊക്കെ ഒത്തിരി സീനിയർ വർഷങ്ങളായി രക്ഷിക്കപ്പെട്ട് സഭയിൽ ഒരു വ്യക്തികളാണ്. അവൻ ഇവരോട് പറയുക, അവൻ നിന്റെ അവസ്ഥ ചെന്ന കണ്ണാടിയിൽ നോക്കുക. കർത്താവ് സഭയോട് പറയുന്നതിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കുവാൻ തയ്യാറാണോ? നിങ്ങളെ തന്നെ നിങ്ങൾ പരിശോധിക്കാൻ തയ്യാറാണോ? പ്രിയപ്പെട്ടവർ, അന്ത്യകാല സഭയ്ക്ക് വേണ്ടി ലവോദിക്ക സഭയെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുമ്പോൾ ഈ കാലങ്ങളിൽ ആ സഭയെ ഉണർവുള്ളവരായിരിക്കട്ടെ. ആമേൻ. അവർ എങ്ങനെയായിരുന്നു? 3 പ്രശ്നങ്ങളായിരുന്നു. ഒന്ന്, ആവിയിൽ അവരുടെ നിർവിസാരമുള്ളവരായിരുന്നാர்கள். ആമേൻ. ആമേൻ. രണ്ടാമത്തെ വിഷയം, കഠിന ഹൃദയമുള്ളവരായിരുന്നു അവർ. എങ്ങനെയായിരുന്നു? കഠിന ഹൃദയം. മൂന്നാമത്തത്, ഉണർവില്ലാത്ത ജനമായിരുന്നു. മൂന്നാമത് എന്തുവാ? കഠിന ഹൃദയം. രണ്ടാമത്തെ കഠിന ഹൃദയം. 3 ഉണർവില്ല. അവൻ എത്ര പ്രസംഗിച്ചാൽ അകത്ത് കേറത്തില്ല, കല്ലായി പോയി. വർഷങ്ങളായി ചെന്ന് ആമേൻ എന്ത് ചെയ്യണം? കണ്ണാടിയിൽ ചെന്ന് നിന്നെ തന്നെ ചെയ്യുക, നോക്കുക. ഇന്ന് ഹൃദയ കഠിനതകൾ ഒന്നും ചെയ്തിട്ട് നിന്നെ വിട്ട് മാറി പോകട്ടെ. അപ്പൊ കർത്താവ് പറഞ്ഞു, നീ നഗ്നനായിരിക്കുന്നു. നീ എങ്ങനായിരിക്കുന്നു? നഗ്നനായിരിക്കുന്നു. നിനക്ക് കണ്ണുണ്ട്. ഇപ്പൊ കണ്ണിന് മേൽ ഒരു കണ്ണാടി ഇടാനുള്ള സമയമായി. ആമേൻ. അടുത്ത കർത്താവ് പറഞ്ഞത്, കണ്ണിന് എണ്ണ വീണു. சொல்லுங்க. വായിച്ച ചേച്ചി, ഞാൻ വായിക്കാം. ധരിക്കേണ്ട ഒരു വെള്ള ഉടുപ്പു, നമ്മുടെ ഭാഷ കണ്ണാടി വെക്കുക. വയസ്സായവരെല്ലാം ചെയ്യുക. ഒത്തിരി അറിഞ്ഞവരെല്ലാം, ഒത്തിരി വേദപുസ്തകം പഠിച്ചവരെല്ലാം കുറച്ചുകൂടി ചെയ്യുക. കണ്ണാടി വെച്ച് അകത്തെ വിമർശനം ചെയ്യുക. കണ്ണാടി വെച്ച് നിങ്ങൾ വായിക്കുക. അവരെന്ത് ചെയ്തു? കണ്ണുണ്ട്, വായിച്ച എല്ലാം അറിഞ്ഞവരായിട്ടല്ല, നിങ്ങൾ തന്നെ സമർപ്പിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി ആമേൻ അതിനുവേണ്ടി ഒരുങ്ങുന്ന ഒരു മണവാട്ടി സഭയായി മാറട്ടെ. അതാ സഭയോട് കർത്താവ് പറഞ്ഞത്, ആമേൻ ഈ കാലങ്ങളിൽ ആമേൻ നീ ആമേൻ കഠിനഹൃദയത്തെ മാറ്റി എന്റെ ശബ്ദം കേട്ട് മാനസാന്തരപ്പെട്ടാൽ, മാനസാന്തരത്തിലേക്ക് വന്നാൽ ആമേൻ ഞാൻ എന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന സ്ഥലത്തെ ഞാൻ നിനക്ക് വേണ്ടി തരും. നീ മനം തിരുമ്പി എന്നിടത്തിൽ വന്നാൽ ഞാൻ ഉட்கார்ந்திருக்கிற സിംഹാസനത്തെ யாருக்கு கொடுக்க போகிறேன்? സഭയെ ഉണക്കായി കൊടുക്ക പോകരെ. സഭയെ നിനക്ക് വേണ്ടി ഞാൻ തരാൻ പോകുന്നു. ആമേൻ. നീ എങ്ങനായിരിക്കണം ഇനി? ആമേൻ. ആമേൻ. ഉഷ്ണവാനുമല്ല, ശീതവാനുമല്ല. ആമേൻ. രണ്ടും ഇടയിലിരിക്കുന്ന വ്യക്തിയായിട്ടുമല്ല. നിങ്ങൾ എപ്പോഴും എരിവുള്ളവരായിരിക്കട്ടെ. എപ്പോഴും നിങ്ങൾ എവിടെ വേണ്ടും? ആവിയിലെ അനലായിരിക്ക വേണ്ടും. ആത്മാവിൽ എങ്ങനായിരിക്കണം? ജാഗ്രതയുള്ളവരായി,
തീയുള്ളവരായിരിക്കട്ടെ. ആമേൻ. നിങ്ങൾ എപ്പോഴും ഉഷ്ണവാനായി പോകാനല്ല, അവൻ എപ്പോഴും അവൻ തണുത്തു പോകുന്നവരായിട്ടല്ല. കർത്താവിന്റെ മുമ്പിലായിരിക്കുന്ന ജനം എപ്പോഴും തീയുള്ളവരായിരിക്കട്ടെ. എത്ര പേര് ഏൽപ്പിക്കാൻ കഴിയുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, ലവോദിക്ക സഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് വരാതിരിക്കാൻ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഈ കാലങ്ങളിൽ ഈ സഭ ആദ്യകാല ശുശ്രൂഷകൾക്ക് വേണ്ടി ദൈവം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുമ്പോൾ നമ്മൾ വായിച്ച റോമറിൽ ആമേൻ ദൈവത്തിന്റെ ദാസനായ പൗലോസ് പറയുന്നു, ആമേൻ നിങ്ങൾ എങ്ങനെ എവിടെ ഇരുக்க வேண்டும்? നിങ്ങൾ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എങ്ങനായിരിക്കണം? ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എങ്ങനായിരിക്കണം? എരിവുള്ളവരായിരിക്കണം. എത്ര പേർക്ക് വേണ്ടി സമർപ്പിക്കാൻ കഴിയുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, ഉറങ്ങിയിരിക്കാൻ മതി, എഴുന്നേൽക്കാനുള്ള സമയമായി. ആമേൻ, ഹല്ലേലൂയ. ചില വിഷയങ്ങൾ അറിയാതെ നഷ്ടപ്പെടുത്തിയ അനുഭവങ്ങളുണ്ട്. ഈ കാലങ്ങളിൽ ഉണരുന്ന അനുഭവങ്ങളായി മാറട്ടെ. എത്ര പേര്